സംഭവം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് പരിശോധിക്കണം. പ്രതി കോൺഗ്രസ്സുകാരാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ആര്യാട ഷൗക്കത്തുമായി ബന്ധമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. ഗോവിന്ദൻ മാഷോട് നിങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ എന്താന്ന്. മന്ത്രി പറഞ്ഞതല്ല, അത് ഉരുണ്ട് കളിക്കരുത്. ഗോവിന്ദൻ മാഷ് മന്ത്രി പറഞ്ഞതിനെ അദ്ദേഹത്തിന് വിഴുങ്ങാനും കഴിയില്ല, തള്ളാനും കഴിയില്ല. മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ. മന്ത്രി പറഞ്ഞതിന് എൻ്റെ പ്രതികരണവും വന്നു. അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഗോവിന്ദൻ മാഷൊക്കെ പറയാൻ പറ്റുമോ മന്ത്രി പറഞ്ഞത് തെറ്റാന്ന്? ശരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞേ. എന്ത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ. പക്ഷെ മന്ത്രി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് വ്യക്തമാക്കണം. ഈ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് കേരളം ആകെ അനുഭവിക്കുന്ന പ്രയാസം. ഈ വന്യമൃഗശല്യം ഇപ്പം എന്തുകൊണ്ടാണ്? കാട്ടിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങുന്നതുകൊണ്ടാണല്ലോ ഈ വൈദ്യുതി വേലി. അത് എന്തുവാകട്ടെ, അത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കാനോ ആളുകൾ നിർബന്ധരാകുന്നത് എന്തുകൊണ്ടാണ്? കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു. ആര് പറഞ്ഞു വേട്ടയാടിക്കൊന്നു? ആര് പറഞ്ഞു? കൂട്ടോൾഡി ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഏത് നാട്ടുകാർ? ഏത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ? ഏത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ? എന്നാ പിന്നെ അന്വേഷണം വേണ്ടല്ലോ. വേട്ടയാടിയതാണ് അന്വേഷണം വേണ്ടല്ലോ. എന്നാ പിന്നെ എന്തിനാ പോലീസ് അന്വേഷിക്കുന്നത്? ആര് പറഞ്ഞു? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറമ്പിന്റെ ഉടമ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആള് CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം CPM-ന്റെ സജീവ പ്രവർത്തകൻ. അവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്. അയാൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? വളരെ മ്ലേച്ഛമാണ്, വളരെ പരിതാപകരമാണ് മന്ത്രിയുടെ നിലപാട്. അതിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഗോവിന്ദൻ മാഷുടെ നിലപാടും അദ്ദേഹം ഒന്നുകൂടി പുനഃപരിശോധിക്കണം. ഇതിൻ്റെ ഉത്തരവാദിത്തം കേരളത്തിലെ വനംവകുപ്പിനാണ്. വന്യമൃഗശല്യം കേരളത്തിൽ വനാതിർത്തിയിൽ മാത്രമല്ല, ജനവാസ മേഖലയിലുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ. പാനൂരിൽ കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഒരു കൃഷിക്കാരൻ മരണപ്പെട്ടത് പാനൂരിൽ എവിടെയാണ്? പാട്യത്ത. വനാതിർത്തിയിൽ എത്ര ദൂരത്തിലാണ്? മന്ത്രി അവിടെ വന്നല്ലോ. ആരുടെ ഉത്തരവാദിത്തത്തിലാണ്? പെരിങ്ങരിയിൽ, കണ്ണൂർ ജില്ലയിലെ പെരിങ്ങരിയിൽ കാട്ടാന തട്ടി ജസ്റ്റിൻ മരണപ്പെട്ടത് വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലാണ്. മുഴക്കുന്ന പഞ്ചായത്തിലെ വിനോദിന് ആനയുടെ അക്രമത്തിൽ പരിക്കേറ്റത് വനാതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ജനവാസ മേഖലയിലാണ്, ദൂരത്തിൽ ജനവാസ മേഖലയിലാണ്. മന്ത്രി ഉറങ്ങുകയാണ്. നമ്മളുടെ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഈ മയക്കുവെടി ഏറ്റത് ആനയ്ക്കോ കടുവയ്ക്കോ അല്ല, കേരളത്തിലെ മന്ത്രിക്കാണ്, വനംവകുപ്പ് മന്ത്രിക്കാണ് മയക്കുവെടി ഏറ്റത്. അദ്ദേഹം ഉറങ്ങുകയാണ്. ഇപ്പം അദ്ദേഹം ഉറക്കം നടിക്കുകയാണ്. അദ്ദേഹം കാര്യങ്ങളെ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും വിലപ്പോവില്ല. ഒരു പാവപ്പെട്ട കുട്ടി ദാരുണമായിട്ട് മരണപ്പെട്ട സന്ദർഭത്തിൽ അത് ആസൂത്രിതമാണ്, ദുരുദ്ദേശമുണ്ട്, ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ മാത്രം ഐ ചലഞ്ച് ഹിം ടു പ്രൂവ് ദാറ്റ് അലിഗേഷൻ. ആരോപണം തെളിയിക്കാൻ ഞാൻ മന്ത്രിയെ വിനീതമായിട്ട് വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം സത്യത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തണം, മാപ്പറിയിക്കണം. ഇത്തരത്തിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന മന്ത്രിയെ തിരുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ നിലമ്പൂരിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിഷയം പറയുന്നത് തന്നെ അവിടെ വന്യമൃഗശല്യമായിരുന്നു. അതായത് അവിടുത്തെ ഒരു അതിർത്തി മേഖലകൾ. ഇതിപ്പോൾ അതിനെ കുറെ കൂടി അത് പ്രകടമല്ല. ഇന്ന് തന്നെ മലപ്പുറത്ത് എത്ര സംഭവം? ഇതൊരു സംഭവമല്ലല്ലോ. ഇന്ന് അവിടെ യാത്രികനെ കാട്ടുപന്നി ആക്രമിച്ചിട്ടില്ലേ? ഇന്ന് വീട്ടുപറമ്പിൽ കടുവ വീണിട്ടില്ലേ? ആവർത്തിച്ച സംഭവം ഉണ്ടാകില്ലേ? ഞാൻ 2 അടിയന്തര പ്രമേയങ്ങൾ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ തന്നെ 10 തവണയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗം വേണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, ഞാൻ കിട്ടുതരാം. റെക്കോർഡിലുണ്ട്, എൻ്റെ ഫോണിലുണ്ട്. ടി സിദ്ദിഖും മാത്യു കൊളുനാടനും അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. ഈ ഗവൺമെൻറ് സീരിയസ് ആണെങ്കിൽ ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ സമയം നിശ്ചയിച്ച് അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട ബിസിനസ്സും തീർത്തിട്ട്, ആവശ്യങ്ങൾ തീർത്തിട്ട്, വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് 1.5 മണിക്കൂർ അഡീഷണൽ ചർച്ചയാണ്. അതിന് MLA-മാരൊക്കെ ഇരിക്കും. ഇന്നലെയുണ്ടായ അപകടത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ആരോപണം അത് തെളിയിക്കാൻ വനം മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇപ്പോൾ